ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് പൈസ മുടക്കിയിട്ട് സ്കിൻ കെയർ പ്രൊഡക്റ്റ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അതിൻ്റെ എക്സ്ട്രാ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. നമുക്കിത് യൂസ് ചെയ്യുന്നതിനോടൊപ്പം ഈ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇൻടേക്ക് ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് വന്നിട്ട് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കലാണ്. ഇതിപ്പം എല്ലാവരും കുടിച്ചിട്ടുള്ള സാധനമായിരിക്കും, പക്ഷെ നമ്മൾ അത്ര ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. ഇത് നമുക്ക് വന്നിട്ട് ആഴ്ചയിൽ ഒരു 2 വട്ടം കുടിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ ഇപ്പം എങ്ങനത്തെ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് കുടിച്ചാൽ മതി. അല്ലാതെ നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ആഴ്ചയിൽ 2 ദിവസം ബീട്രൂട്ട് ജ്യൂസ് കുടിക്കാൻ പറ്റും. ഇതിലേക്ക് നമ്മൾ ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ജസ്റ്റ് ഒന്ന് ബീട്രൂട്ടിന്റെ ഒരു പകുതിയല്ല, ഒരു 1/4 ഭാഗം എടുത്തിട്ട് അതിലേക്ക് വെള്ളം ചേർത്തിട്ട് അടിച്ചിട്ട് പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടിയിട്ട് അതിൽ മിക്സ് ആക്കിയിട്ട് കുടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെനിഫിറ്റ് ആണ്. പിന്നെ അതിൽ പഞ്ചസാര ഒന്നും ചേർക്കില്ല, കാരണം ഷുഗർ കട്ടാണെങ്കിൽ കുറച്ചും കൂടിയിട്ട് ബെനിഫിറ്റ് കിട്ടും. ഈ ബീട്രൂട്ട് ജ്യൂസ് നമുക്ക് ആഴ്ചയിൽ 2 ദിവസം കുടിക്കാൻ പറ്റും. നമുക്കൊരു 1 മാസം അല്ലെങ്കിൽ 2 മാസം ഇത് അടുപ്പിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടും. ശരിക്കും നമ്മുടെ സ്കിൻ നല്ല ഗ്ലോയിങ് ആവുന്നത് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. പിന്നെയുള്ള അടുത്ത കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആലോവേര ജെല്ലി യൂസ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ സ്വന്തം നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെല്ലി യൂസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നല്ലത്. നമുക്ക് പിന്നെ രാത്രി യൂസ് ചെയ്യുന്നത് നല്ലത്, രാവിലെ ഇടുന്നതിനേക്കാൾ രാത്രി ഇടുന്നത് നല്ലത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് ഇത് തേച്ചിട്ട് കിടന്നുറങ്ങാം. രാവിലെ എണിച്ച് നോക്കുമ്പോൾ നല്ല ഒരു റിസൾട്ടാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് കുളിക്കുമ്പോൾ ഈ എണ്ണ തേച്ച് കുളിക്കുകയാണെങ്കിൽ ശരിക്കും അടിപൊളിയാണ്. നമുക്ക് ആ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നമുക്ക് ഒരിക്കലും കളറ് കൂടാൻ പോകുന്നില്ല. പക്ഷെ നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡെയിലി എണ്ണ തേച്ചിട്ടാണ്, എണ്ണ മീൻസ് വെളിച്ചെണ്ണയോ എന്തെണ്ണയാണ് കയ്യിലുള്ളത് ആ എണ്ണ തേച്ചാൽ മതി. അത് തേച്ചിട്ട് കുളിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പാണ് നമ്മളുടെ ഈ ഒരു ടാൻ എല്ലാം മാറി നമ്മുടെ സ്കിന്നിൻ്റെ ഒരു കളറ് 1-2 ഷെയ്ഡ് കൂടുന്നത് എന്തായാലും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നല്ല എണ്ണ തേച്ചിട്ട് കുളിക്കാം. അപ്പോൾ നമുക്ക് ഫേസിൽ എണ്ണ തേക്കാം, ബോഡിയിലേക്ക് എണ്ണ തേക്കാം. ഫേസിൽ തേക്കുകയാണെങ്കിൽ ബീട്രൂട്ട് ഓയിൽ അല്ലെങ്കിൽ ക്യാരറ്റ് ഓയിലോ തേക്കുന്നത് നല്ല അടിപൊളിയാണ്. നമ്മൾ ഡെയിലി ഒന്ന് തേച്ച് നോക്കും, ഉറപ്പാണ് നമുക്ക് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. പിന്നെ മെയിനായിട്ടുള്ള കാര്യം ഒരുപാട് വെള്ളം കുടിക്കണം. ഇപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നല്ല വെള്ളം കുടിച്ചാൽ നമ്മുടെ സ്കിൻ ടെക്സ്ചർ കുറച്ചും കൂടിയിട്ട് ഇമ്പ്രൂവ് ആകാനും നമ്മുടെ എന്താ പറയുക നമ്മൾ കുറച്ചും കൂടിയിട്ട് ടാനെല്ലാം മാറിയിട്ട് കുറച്ച് ബോഡി കുറച്ച് റീഫ്രഷ് ആവാനും നല്ല അടിപൊളിയാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. വെയിലത്ത് ഇറങ്ങുന്ന സമയത്ത് ഇതിപ്പോൾ മഴക്കാലമാണെന്ന് പറഞ്ഞിട്ട് സൺസ്ക്രീൻ ആരും ഇടാതെ നടക്കരുത് കേട്ടോ. സൺസ്ക്രീൻ എന്തായാലും ഇടണം. പക്ഷെ മഴക്കാലമാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് വെയിലടിക്കില്ല. പക്ഷെ എന്നാൽ പോലും നമ്മളൊരു ഫേസൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് മീൻസ് സൺസ്ക്രീൻ ഇട്ടാലും ഫേസ് ഒന്ന് കവർ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്കത് നല്ലതാണ്. കാരണം അത്രയും നമുക്ക് ഒരു സൺറൈസിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഫേസ് പാക്ക് ഇടുക. ആഴ്ചയിൽ 1 വട്ടമെങ്കിലും ഏതെങ്കിലും ഒരു ഫേസ് പാക്ക് ഇടുക. മീൻസ് നമ്മളുടെ സ്കിന്നിന് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആ ഒരു ഫേസ് പാക്ക് നോക്കി സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ ഒരുപാട് എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ബീട്രൂട്ട് ഫേസ് പാക്കും അതുപോലെ ഓട്സിൻ്റെ ഫേസ് പാക്കാണ് എനിക്ക് കുറച്ചും കൂടി ബെറ്ററായി തോന്നിയിട്ടുള്ളത്. പക്ഷേ മിൽട്ടാണിയും എനിക്ക് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. നമ്മളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അല്ലെങ്കിൽ നമുക്ക് ഏതാണോ നല്ലത്, നമുക്ക് ഏതാണോ കൂടുതൽ റിസൾട്ട് തരുന്നത് ആ ഒരു ഫേസ് പാക്ക് സെലക്ട് ചെയ്യുക. നമുക്ക് ഫേസ് പാക്ക് മാത്രമല്ല ബോഡി പാക്കും നമുക്ക് ഇടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ കിട്ടും. ഞാനിപ്പോൾ ഹോസ്റ്റലിലാണ് ഉള്ളത്, അതുകൊണ്ട് ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ട് എന്താ ഇങ്ങനെയൊന്നും ആരും ഒന്ന് ചോദിക്കരുത്, ഹോസ്റ്റലുള്ളതുകൊണ്ടാണ്. പിന്നെ ബീട്രൂട്ട് ജ്യൂസ് ഒന്നും അടിച്ച് കാണിക്കാത്തതിൻ്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കുക എന്നുള്ളത്. അത് ജസ്റ്റ് അങ്ങനെ ചെയ്താൽ മതി. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി അടുത്ത വീഡിയോ എന്താ വേണ്ടതെന്ന് നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഉപകാരവും ഏത് തരത്തിലുള്ള വീഡിയോസാണ് ഞാൻ അടുത്ത അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ.